നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സമയത്ത് അവര് ഹാപ്പി ആണോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവര് ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആണ്. അതായത് അവരിപ്പോ അവരുടെ ലൈഫിൽ സ്റ്റെക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട്, ഒരു കാര്യത്തിലും ഇൻവോൾവഡ് ആവാൻ പറ്റാണ്ട് സ്റ്റെക്ക് ആയിട്ടാണ് അവർ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് അവർ സ്റ്റെക്കാണ്. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് അവരുടെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാണ്ട്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 4 ഓഫ് വാൻസ് എനർജിയാണ്. അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ഈ റിലേഷനിൽ ഒരു റീയൂണിയൻ വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഈ റിലേഷൻഷിപ്പിലോട് തിരിച്ചു വരണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചിന്തയുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എന്തായാലും ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷനെ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എനർജി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കപ്പിൾസ് ആയിട്ടാണ് അപ്പോൾ നമ്മളുടെ സ്പ്രെഡില് കാർഡ്സ് വന്നിട്ടുള്ളത് കേട്ടോ. കിങ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ രണ്ട് കപ്പിൾസ് എനർജി വന്ന സ്ഥിതിക്ക് ഇവിടെ നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തിരിച്ച് നിങ്ങളെയും സ്നേഹിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോടുള്ള പേഴ്സൺ തന്നെയാണ് ഇവരെ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് എക്സ്പ്രസീവ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത്രയും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ മനസ്സിൽ അത്രയും സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. അവരുടെ പ്രവർത്തികളിലൂടെ അവർ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ഈ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടകന്ന് അല്ലെങ്കിൽ റിലേഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇപ്പൊ നിങ്ങൾ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണമാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കർമ്മയായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കേണ്ടത്. അങ്ങനെ അതായത് നിങ്ങൾ കൂടെയുള്ള സമയത്ത് അവർക്കൊരു അവരുടെ ഈ റിലേഷന്റെ ഒരു സ്ട്രെങ്ത് കാരണം അവരുടെ ആ ഒരു കർമ്മ അവർക്ക് അനുഭവിക്കാൻ പറ്റാണ്ട് പോകുന്നുണ്ടാവാം. അപ്പോ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു കാർമിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ ഈ റിലേഷനോട് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അവരുടെ ആ ഒരു കർമ്മ അനുഭവിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ടൊരു സെപ്പറേഷൻ വന്നതാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താണ് ഈ ഒരു സെപ്പറേഷൻ എന്നാണ് കാണിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ മുന്നോട്ട് കുറച്ചുകൂടി കൂടുതൽ സ്ട്രെങ്തൻ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. 6 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ പേഴ്സൺ അകന്നു പോയി, അല്ലെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്തു, ഇനി ഞാൻ ഈ റിലേഷനിൽ നിൽക്കുന്നത് അർത്ഥമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷൻ വിട്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വിഡിത്താണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ റിലേഷനോട് തിരിച്ചു വരും. അവരൊരിക്കലും ഈ റിലേഷൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകേണ്ട സിറ്റുവേഷൻ അല്ല. അവരെന്തായാലും ഈ റിലേഷനിലോട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ.
പേജ് ഓഫ് ഫാൻസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ട്, മെസ്സേജോ കോളോ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതും ഒരുപാട് ഡിലേ ആവുന്നതായിട്ടല്ല, സ്പീഡപ്പ് ആയിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് ഫാൻസ് എനർജിയാണ്. ഈ റിലേഷൻ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻ അവർ കാണുന്നത്. ഇവിടെ ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ട്, അതായത് ഒരു പുതിയ തലത്തിലോട്ട് ഈ റിലേഷൻ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്നും മാറി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം ഈ റിലേഷനിൽ വരും എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൻസ് എനർജിയാണ്. ഈ ഒരു പേഴ്സൺ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ അവർ ഇപ്പോഴേ എടുത്തതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് ഈ സെപ്പറേഷനിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. ആ ഒരു ഡിസിഷന്റെ പുറത്ത് അവർ ഈ റിലേഷന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ അവർ മറികടക്കാൻ അവർക്ക് പറ്റും. അത്രയും മൈൻഡ് പവർ ഉള്ള ഒരു പേഴ്സൺ ആണ് ഇവര്. അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൺ ആണ്, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സൺ കൂടിയാണ് ഇവര്. കരിയറിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ അതിനും കുറച്ച് കൂടുതൽ മുൻതൂക്കം അവർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ എഫേർട്ട് അവിടെ അവർ ഇടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോകുന്ന പേഴ്സൺ ആണ് ഇവര്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നത്, അല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇഷ്യൂസിൽ അവർ പെട്ടിട്ടുണ്ടാവാം. ആ ഒരു കർമ്മ അവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവരിപ്പോ റിലേഷനിലോട്ട് ഒരുപാട് ഇൻവോൾവഡ് ആവാതെ മാറി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും ഫീലിങ്സും അതുപോലെ തന്നെയുണ്ട്. അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് എത്രമാത്രം പെയിൻഫുൾ ആണ് ഓരോ കാര്യങ്ങളും എന്നുള്ളതൊക്കെ അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സബോട്ടേജ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരൊരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇനി നിങ്ങളെ കൂടെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ബ്രോക്കൺ എന്നാണ് കാണിക്കുന്നത്. അവർ അത്രയും തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഈ ഒരു കരിയറിന്റെ കാര്യത്തിലോ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ ഉള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അവരെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ്, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. വാല്യൂ എന്നാണ് കാണിക്കുന്നത്. വാല്യൂസ്, അവര് നിങ്ങളുടെ വാല്യൂ സത്യം പറഞ്ഞാൽ അവര് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം വാല്യുബിൾ ആണ് അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാമെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ അവര് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷന് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിചാരിക്കാത്ത ആളുകൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു സെപ്പറേഷനെ അവര് മാറ്റി നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് റീസൺ ആവുക. ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, പക്ഷെ അങ്ങനെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളിപ്പോ ഈ പേഴ്സൺ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക കാര്യങ്ങൾ. യൂണിവേഴ്സ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഉള്ള സിറ്റുവേഷനും കാര്യങ്ങളും നിങ്ങളെ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തരുന്നതായിരിക്കും.
എന്നാൽ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കേണ്ട മെസ്സേജ് എന്താന്ന് വെച്ചാൽ ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആയി വരും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അല്ലാതെ പേടിച്ചുകൊണ്ടായിരിക്കരുത് കേട്ടോ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ഈ റിലേഷന് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസും വരുമെന്നാണ് കാണിക്കുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷന് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ വരും. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ റിലേഷനെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് ഉണ്ടാവും. അതുപോലെ ഈ ഒരു റിലേഷന്റെ കൂടുതൽ പുരോഗതി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ കൂടുതൽ ബെറ്റർ ആവുന്ന സിറ്റുവേഷൻസും ബെറ്റർ ആവുന്ന രീതിയിലുള്ള മെസ്സേജസും കോളും ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മകം, ലെറ്റർ എ, 1985, 1999, 1991, ജൂൺ, ഫെബ്രുവരി, 1992, ലെറ്റർ എം, മൂലം, മാർച്ച്, ജൂലൈ, 1993, ഉത്രാടം. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.